9 പേജുണ്ട് ഇത്. അത് വായിച്ചു തീരാൻ തന്നെ 10-12 മിനിറ്റ് എടുക്കും. ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ക്ലിയറായി പറഞ്ഞെടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളെടുക്കാനാണെന്നല്ലേ എനിക്കറിയില്ലായിരുന്നു. നമ്മളൊരു വാപ്പാന്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയല്ലേ. അത് കഴിഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് ഞാൻ പറഞ്ഞു, അല്ല ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റുള്ള ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, സി എം എനിക്ക് ചില കാര്യങ്ങൾ സി എമ്മിനോട് പറയാനുണ്ട്. ആരും ഇത് പറയില്ല, എനിക്കിനി പറയല്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. പറയുന്നു. അപ്പം പറഞ്ഞു, സി എം 2021 രണ്ടാമത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സി എമ്മിനെ കൊണ്ടാണ്. ഞാനടക്കം നിലമ്പൂരിൽ നിന്ന് ജയിച്ചത് സി എമ്മിന്റെ വോട്ടിന്റെ ഒരു ഭാഗം എനിക്കുള്ളത് കൊണ്ടാണ്. അന്ന് സി എം കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. സി എമ്മിന് ഇപ്പൊ നാട്ടിലെ സ്ഥിതി അറിയാൻ ചോദിച്ചത്. അദ്ദേഹം ഒന്നും മിണ്ടില്ല, എന്നെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, സി എം ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. സി എമ്മിന്റെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 0-ൽ നിന്ന് അത് തിരിച്ച് 25%, 30%-ലേക്ക് വെറുപ്പായി കേരളത്തിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും മാറിയിട്ടുണ്ട് സി എം. ഇതാണ് സ്ഥിതി. എന്നിട്ട് ഞാൻ കൈനീട്ടി. സി എം ഇരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരിക്കുന്നത്. ഞാൻ പറയാണ്, എന്റെ വാപ്പാനോട് ഞാൻ പറയല്ലേ, എന്റെ വാപ്പാനെ കൊടുക്കുന്ന ആൾ എന്നാണ്, അവനാണ് ഇതിന്റെ കാരണക്കാരൻ. സീമ ഒരു നിമിഷം അവിടെ നിൽക്കരുത്, വലിയ അപകടത്തിലേക്ക് പോകും. ഒന്നും മിണ്ടല്ല. വീണ്ടും ഞാൻ പറഞ്ഞു, ഈ ADGP അജിത് കുമാർ ഈ അന്വേഷണ സംഘം ഈ അന്വേഷണം നടത്തുമ്പോൾ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നത് വലിയ പ്രയാസമാണ് സി എം എ. അപ്പൊ എന്നോട് പറഞ്ഞു, DGP ഉണ്ടല്ലോ, DGP ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, DGP ഒരു സാധുവാണ്, സി എമ്മിന് അറിയാലോ. ഇയാൾ ഇതുപോലുള്ള ഒരു നൊട്ടോറിയസ് ആണെന്ന് ഇപ്പൊ സി എമ്മിന് മനസ്സിലായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നോക്കാം. അതിനിടയിൽ ഈ സംസാരത്തിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു. എന്റെ തൊണ്ട ഇടറി. ഈ കാര്യങ്ങൾ, ഈ സൂര്യന്റെ കഥയും ഇദ്ദേഹത്തിനുണ്ടായ അവസ്ഥയൊക്കെ പറയുമോ കണ്ണ് ചുമന്നു. പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. അവിടെ സെക്യൂരിറ്റിയും ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കുക. ഞാൻ ഓഫീസിൽ നിന്ന് സി എമ്മിന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്നതിന് ഞാൻ അവിടെ ഇരുന്നു ഒരു 2-3 മിനിറ്റ്. കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു, സി എം പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്ത് നിൽക്കുന്നു. അവനോട് പറഞ്ഞ എന്താ നിങ്ങൾ പറഞ്ഞോ? അപ്പൊ ഞാൻ വിചാരിച്ചു, നീ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഞാൻ കുറച്ച് കയറി പറഞ്ഞല്ലേ പോയത്. ഉണ്ടായില്ല. അപ്പോഴെന്താ എന്റെ വിശ്വാസം? സംഗതി മൂപ്പർക്കും പിടികിട്ടിക്കണ്. ഈ ചങ്ങാതി തന്നെയാണ്. ആര്? ശശി തന്നെയാണ്. അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എന്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു. കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോന്ന് തൃശ്ശൂരെത്തുമ്പോ വാർത്ത വരികയാണ്, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ എന്റെ കൂടലൊല്ലി പറഞ്ഞ്, എന്തായാലും അമ്പാക്ക സംഗതി ജോറായി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും എനിക്കൊരു ഒരു എന്താ പറയാ, ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ. എന്റെ ഒരു സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കണം എപ്പോഴും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം IG വരുന്നു, മൊഴിയെടുക്കുന്നു 9 മണിക്കൂർ. അതിന്റെ പിറ്റേ ദിവസം ശശിധരനെ മാറ്റുന്നു. 4 DYSPമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു. അപ്പോഴും എല്ലാരും വിളിക്കുന്നു, PV അൻവറാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. എല്ലാവരും വാർത്ത കൊടുത്തു. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കട്ട എന്നാണ്. പലരും ചോദിച്ചു, സന്തോഷമായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായിട്ടില്ല, സമാധാനമായി, ആശ്വാസമായി. എനിക്കിതെല്ലാം കൂടെ പിടികിട്ടുന്നില്ല. അതിനിടയിൽ SP വെക്കേണ്ട ആരാന്ന് ചോദിച്ചു. ശശിധരനെ മാറ്റുമോ? ഞാൻ പറഞ്ഞു, ആരെ വെച്ചാലും കുഴപ്പമില്ലാത്ത ഒരാൾ. ഞാൻ ഒരാളെ പേര് പറഞ്ഞില്ല. അപ്പോ എനിക്കറിയില്ല, പേര് പറയാൻ നമ്മുടെ അടുത്ത് ആളില്ലാഞ്ഞിട്ടോ ഇല്ല. അത് കഴിയുന്നു. ഈ ചോദ്യം ചെയ്യലും കഴിയുന്നു. IG പോകുന്നു. ഞാൻ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ്. 4 വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ? അപ്പോ IG-ക്ക് മൊഴി കൊടുക്കുന്നതിന് തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക. അപ്പൊ തൊട്ട വീട്ടിലെ സ്ത്രീയോട് പോയി പറഞ്ഞത് നമ്മൾ വാർത്ത കേട്ടതാണ്. 3 ദിവസം കഴിഞ്ഞു പോകുന്നു. ഞാനും ഇതിന്റെ പിന്നാലെ ഉണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമില്ല. അപ്പോ ഈ മരം ലേലത്തിലെടുത്ത ഒരു കുഞ്ഞോമത് പേര് ആണെന്ന് തോന്നുന്നു, മലപ്പുറത്ത് നമ്മുടെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് അദ്ദേഹം താമസിക്കുന്നത്. ഒരാളെ വിട്ട് തന്നെ അവിടെ എത്തി. എനിക്ക് സംസാരിക്കാൻ പറഞ്ഞ അവരുടെ ഫോണിൽ ഞാൻ വിട്ട എന്റെ ദൂതന്റെ ഫോണിൽ അദ്ദേഹത്തിനോട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, കുഞ്ഞാമ്മൊക്കെ പറഞ്ഞു, മോനെ സംഗതി അത്ര സുഖല്ല, നിങ്ങൾ കുടുങ്ങുന്നാ തോന്നണത്.
ഞാൻ പറയാ 70-75 വയസ്സുണ്ട്. 2-3 തവണ പോലീസിന്റെ വിജിലൻസ് ആണ്, ക്രൈംബ്രാഞ്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അന്വേഷണം നടത്തിയിട്ടുണ്ട്.